കയ്പില്ലാത്ത കരുനാരങ്ങ അച്ചാർ എങ്ങനെയുണ്ടാന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഒരു 2 മിനിറ്റ് ഈ നാരങ്ങയുടെ തൊലി ഒന്ന് വേകാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് ഊറ്റിയെടുത്ത് വെച്ച് അരിയാം. അപ്പോൾ ഇതിൻ്റെ അരിയെല്ലാം കളഞ്ഞ് ഈ വെള്ള സാധനവും കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. 3 ടീസ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. അച്ചാറിനൊക്കെ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണ്, ഒരു 10 മുളക് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില. ഈ പരുവമാകുമ്പോൾ, അതായത് ഒന്ന് വഴന്നു വന്നാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഒരുപാട് നോക്കണ്ട, തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തണഞ്ഞിട്ടുണ്ട് ചീനച്ചട്ടി. ഇതിലേക്ക് ഇവിടെ 6 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇടണം. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമ്മൾ ഈ പഞ്ചസാര ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഈ പുളി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഈ തീ ഓഫ് ചെയ്യാം. ഇത് നല്ലത് തണുത്തതിന് ശേഷം മാത്രം നാരങ്ങ ചേർത്ത്, അല്ലെങ്കിൽ കഴിച്ചു പോകും. അരപ്പ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് നാരങ്ങ കുടഞ്ഞിടാം. നാരങ്ങ അച്ചാറെല്ലാം റെഡിയായി. ഇങ്ങനെ കുപ്പിക്കകത്ത് ഇട്ട്